ഹായ് നമസ്കാരം, ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഇവിടെ 1.5 കിലോ പന്നിയിറച്ചി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് അരിഞ്ഞ് ഒരു 5 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് അല്പം വിനാഗിരിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തൊന്ന് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് കുക്കറിനകത്താണ് ഞാനിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ 7 വിസിൽ വന്നപ്പോഴേക്ക് പന്നിയിറച്ചി വെന്തിട്ടാ. ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി 3 വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, 8 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, ഇത് 3 കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പോളം കരിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഈ പന്നിയുടെ നെയ്യ് തന്നെയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വേറെ എണ്ണയൊന്നും ഞാൻ ചേർക്കത്തില്ല കേട്ടോ. അതിനകത്തേക്ക് എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പില, പിന്നെ 3 സവാള അരിഞ്ഞത്, അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു പകുതി വഴന്ന് വരുമ്പോഴേക്ക് നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ ഇത് വഴന്ന് വരുമ്പോഴേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കരിക്കുണ്ടല്ലോ, അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കരിക്കും കൂടെ ഇട്ട് നല്ലതുപോലെ ഈ സവാള ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. അപ്പോഴേക്ക് 2 ഇടത്തരം തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, അത് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ കറി മസാല പൗഡറും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തു വച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മസാല എല്ലാം കൂടി ഉണ്ടല്ലോ, പന്നി നെയ്യില്ലേ, അതിനകത്ത് ഞാനൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിലല്ല കേട്ടോ, ഈ പന്നി നെയ്യിൽ തന്നെയാണ് ഞാൻ യോജിപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടിലേക്ക് നമുക്ക് ഈ മസാല കൂട്ട് ഇട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് നല്ല മൂത്ത മണമൊക്കെ വരുമ്പോഴേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പന്നിയിറച്ചി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ ഞാൻ വേറെ എണ്ണ ചേർത്തിട്ടില്ലെന്ന് പറഞ്ഞല്ലോ, പിന്നെ കൂടുതലായിട്ടുള്ള നെയ്യും ഇതിനകത്തേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. പന്നിയുടെ കാര്യം എന്താണെന്നോ, കൂടുതൽ പന്നിയുടെ നെയ്യ് ചേർത്താലുണ്ടല്ലോ നമുക്ക് മട്ടിപ്പായി പോകും, കറി കഴിക്കാനായിട്ട് അധികം അങ്ങനെ തോന്നത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് അധികം ചേർക്കാത്തത് കേട്ടോ. പിന്നെ പന്നിയിറച്ചി വേവിക്കുമ്പോൾ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നെയ്യും പിന്നെ നമ്മൾ കഴുകി വാരി എടുക്കുന്ന വെള്ളം ഉണ്ടാവുമല്ലോ, അത് മതിയാവും. അപ്പോൾ നമ്മുടെ പന്നിയിറച്ചി ഇവിടെ റെഡിയായി കേട്ടോ. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.